വെൽക്കം ടു ജൂണീസ് വേൾഡ്. ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതെയും പാപികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെയും അവിടെ നിന്ന് പ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. സങ്കീർത്തനങ്ങൾ 1:1-2. ദുഷ്ടന്മാരുടെ ആലോചന നടക്കുക. ചില ആൾക്കാരുണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുകയും മറ്റുള്ളവർക്ക് ദോഷം ചിന്തിക്കുകയും മറ്റുള്ളവർ എന്നേക്കാൾ ഉയർന്നു പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കൂട്ടരായിരുന്ന അനേകം പേര്. അങ്ങനെ നമ്മളായിരിക്കരുത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ പോകാതെ മറ്റുള്ളവർ നല്ലതായിട്ട് നടന്നാൽ അവർക്കൊരു അസൂയ, ജലസി ഫീലിംഗ്, ഇതൊന്നും നല്ല ആറ്റിറ്റ്യൂഡല്ല, നല്ല ക്യാരക്ടറല്ല. പല ക്യാരക്ടറിൽ നിന്ന് വെളിപ്പെട്ട് വരുന്നു. നമ്മുടെ പാപവഴികൾ യേശു ക്ഷമിക്കുന്ന കർത്താവാണ്. അതുകൊണ്ട് യേശുവിൽ നമ്മളെല്ലാം പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു, നമ്മൾ യേശുവിൽ ആശ്രയിക്കുന്നു. ഒരിക്കലും ദുഷ്ടം പ്രവർത്തിക്കുക, മറ്റുള്ളവരുടെ മുന്നിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുക, മറ്റുള്ളവരുടെ സന്തോഷ സമാധാനം കാണുമ്പോൾ അത് കെടുത്തിക്കളയുക, മറ്റുള്ളവർക്ക് ദോഷം ചിന്തിക്കുക, ഇവയൊക്കെ കാര്യങ്ങളിൽ അനേകം പേർ ഇന്ന് ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളായത്. അതിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോകാതെ യേശുവിൻ്റെ കൃപയിലായിരിക്കാൻ നമ്മളെ തന്നെ കർത്താവിനോട് അപേക്ഷിക്കാം. മറ്റുള്ളവർ നല്ലതായിട്ട് തീരട്ടെ എന്ന് ആഗ്രഹിക്കാം. മറ്റുള്ളവർ നമ്മളെ കെടുത്തിക്കളയുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. അങ്ങനെ ആരും ഇന്ന് ദുഷ്ടലോകമായ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ പാപികളുടെ വഴി നിൽക്കാതെ പരിഹാസക്കാരുടെ ഇരിപ്പിടത്തിലിരിക്കാതെ അവിടെ കടന്നിരിക്കുമ്പോൾ അവിടെ പോയി ഇരിക്കണ്ട, മാറി നിൽക്കുക. ദുഷ്ടന്മാരെ കണ്ടാലൊന്ന് മാറി നിൽക്കാൻ ആഹ്വാനം. ദുഷ്ടന്മാരാന്ന് കാണുമ്പോൾ നമ്മൾ അവിടെ വിടണം. ചിലർ പറയും, നിങ്ങൾ ഈ പറയുന്നവരെല്ലാം അങ്ങ് ശരിയാണോ എന്നൊക്കെ പറയുന്നവരുണ്ട്. അതൊക്കെ ദൈവം നടത്തുന്നു. കർത്താവിൽ നമ്മൾ നിലനിൽപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ വചനത്തെ ആശ്രയിക്കുന്നതിന് ദൈവം പരിപൂർണമായി അനുഗ്രഹിക്കും. കഷ്ടതകൾ, പ്രയാസങ്ങൾ, ശോധനകൾ നിൽക്കുന്ന ലോകത്ത് രോഗബാധ, ഒരു വഴിയിൽ കൂടെ രോഗബാധ, ആ രോഗത്തിൻ്റെ കെട്ടുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്നത്. അങ്ങനെ ഇരിക്കാതെ മാറി നിൽക്കുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ രോഗം, ദുഃഖം, ദീനമെല്ലാം യേശുവിൻ്റെ വരവിൽ അത് മാറുന്നതാണ്. അതിനായി കർത്താവിനെ നമ്മൾ വിളിച്ചപേക്ഷിക്കാം, യേശുവിനെ വിളിക്കാം, യേശുവിൽ ആശ്രയിക്കാൻ, യേശുവിൻ്റെ വചനത്തെ ധ്യാനിക്കുവാനും നമ്മൾ സമയം കണ്ടെത്താം. ആമീൻ, ആമീൻ.